ഹായ്. AR റഹ്മാൻ നമ്മുടെ ദേവദൂതൻ എന്ന് പറഞ്ഞുള്ള സിനിമയിൽ ലാലേട്ടൻ പറയുന്ന പോലെ അയാൾ സംഗീതത്തിന്റെ രാജാവാണ് എന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയാം. അങ്ങനെ മലയാളികളുടെയൊക്കെ അഭിമാനമാണ് റഹ്മാൻ. ഒരു പക്ഷേ ഇന്ത്യൻ മ്യൂസിക്കിന്റെ തന്നെ ഒരു പക്ഷേ തീർച്ചയായിട്ടും അഭിമാനമാണ് റഹ്മാൻ. ചില റഹ്മാൻ പാട്ടുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. കാരണം ആദ്യം നമ്മൾ കേൾക്കുമ്പോൾ കുഴപ്പമില്ല, അത് വലിയ തിരക്കേടില്ലാതെ തോന്നും. പക്ഷെ പിന്നെ നമ്മൾ രണ്ടും മൂന്നും പ്രാവശ്യം കേൾക്കും. പിന്നെ നമ്മൾ യൂട്യൂബിലൊക്കെ എവിടെ കണ്ടാലും അതിട്ട് വീണ്ടും കേൾക്കും. അങ്ങനെ കേട്ട് കേട്ട് വരുമ്പോൾ പിന്നീട് മെല്ലെ മെല്ലെ നമ്മൾ അതിനായിട്ട് ഒരു അഡിക്ഷൻ സംഭവിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ മാജിക്കൽ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോ ഞാൻ ഏറെക്കുറെ അഡിക്റ്റ് ആയിരിക്കുന്ന ഒരു സോങ് ആണ് പെരിയോനെ റഹ്മാനെ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ സ്വന്തം ആണ്ട് ജീവിതം എന്ന് പറഞ്ഞ സിനിമയിലെ സോങ്. ഇവളത് കറക്റ്റ് ഫുള്ളായിട്ട് കേട്ടിട്ടില്ല. ഞാൻ എനിക്കുള്ള രാത്രി ദിവസം കിടക്കുന്ന സമയത്ത് ആ ലൈറ്റ് ഒന്ന് ഓഫാക്കി കൂടെ എന്ന് 12:30 കഴിഞ്ഞിട്ടാണ് ചോദിച്ചപ്പോൾ ഇതൊന്ന് കേട്ട് നോക്കെന്ന് പറഞ്ഞിട്ട് കുറച്ച് ഭാഗമാണ് കേട്ടിട്ടുണ്ടാവുക. ആളങ്ങനെ ഉറങ്ങി പോവുകയും ചെയ്തു. അങ്ങനെ ഉറങ്ങി പോവുകയും ചെയ്തു. പിന്നെ ഒരു കാര്യം കൂടെ പറയാണ്ട് തുടങ്ങിയതിന് തൊട്ട് മുമ്പ്, അതായത് പൊതുവെ ഇപ്പൊ ഒരു പറച്ചിലുണ്ട്, റഹ്മാൻ കാലഘട്ടം കഴിഞ്ഞു പോയി, പുതിയ യുവാക്കൾ വന്നു, പുതിയ പയ്യന്മാരെന്ന്, ഇപ്പൊ ചെറുക്കന്മാര് വിലച്ചാണെന്നൊക്കെ അങ്ങനെ പറയുന്ന സമയത്ത് പുള്ളിക്കാരുടെ ഒരു സാധനം ഇറക്കും, അത് ട്രെൻഡിങ് ആവും. അങ്ങനെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സോങ് കൂടിയാണ്. എന്തായാലും കേട്ട് വരാം. വായടക്ക് പണിയെടുക്ക്. ഓക്കെ, കാണാം. റെഡി. ഞാൻ വിഷ്വലെന്ന് നോക്കി. Coming here, I could experience what the main character would have gone through. Seeing those camels, seeing sheep, and looking at the faces and what they're trying to say, and looking at these rocks, looking at the sand, you gain so much of interaction with nature, and I feel that's very important for the music. பெரியோனே என் ரஹ்மானே, பெரியோனே ரஹீ, பெரியோனே என் ரஹ்மானே, பெரியோனே ரஹீ. അങ്ങകലെ അങ്ങകലെ മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ, മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ. നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണപ്പോ, നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണപ്പോൾ ഇങ്ങിരുന്നാലും അറിയണുണ്ടേ. മിണ്ടാമൺ തരിവാരിയെടുത്തതിൽ കണ്ടില്ല കണ്ടില്ല നിന്നനവ്, കണ്ടില്ല കണ്ടില്ല നിന്നനവ്, കണ്ടില്ല കണ്ടില്ല നിന്നനവ്. പെരിയോനേ റഹ്മാനേ, പെരിയോനേ റഹീ, പെരിയോനേ റഹ്മാനേ, പെരിയോനേ റഹീ. സ്പെഷ്യൽ അല്ലേ? പെരിയോനേ
തുള്ളിയാണെന്നുടെ കൽവിൻ മരുപ്പറമ്പിൽ എന്താ സോങ്ങൊക്കെ എനിക്ക് ആകെ എനിക്ക് ഒറ്റ കുറവ് തോന്നിയത്. കുറവ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത്രയും അതിപ്പോ ഞാൻ ഏകദേശം ഒരു 8 പ്രാവശ്യം ഈ പാട്ട് കേട്ടിട്ടുണ്ടാവും കുറഞ്ഞത്. ഈ 8 പ്രാവശ്യവും ഞാൻ 2 ഹെഡ്സെറ്റ് വെച്ച് ഫുൾ വോളത്തിലാണ് കേട്ടത്. ഞാനത് പറയാന്ന് ആ ഒരു രണ്ടാമത് വരുന്ന പെരിയോനെ വരുന്ന സംഭവം അല്ലേ, അത് 2 ഹെഡ്സെറ്റ് വെച്ചിട്ട് ഫുൾ സൗണ്ടിൽ ഇങ്ങനെ കേൾക്കും. നമ്മള് വേറൊരു രോമാഞ്ചല്ല, ഒരു ഡിവൈൻ ഫീൽ ആണ്. നമ്മള് വേറൊരു ലോകത്ത് ദൈവീകമായിട്ടുള്ള ഒരു ഫീൽ അറിയില്ല, നമ്മൾ അതിലേക്ക് മുഴുകി പോകുന്ന അത് ആ ഭാഗത്ത് മാത്രമല്ല. ആ കണ്ണിന്റെ തുമ്പത്തെ തുള്ളിയാണെന്റെ ആ വരി കേട്ടോ, എന്താ വരി. അങ്ങനെ കുറെ സാധനങ്ങൾ ഈ പെരിയോനെ തുടങ്ങുന്ന സ്ഥലമാണെങ്കിലും എത്ര ദൂരത്താണോ അതൊക്കെ തുടങ്ങുന്ന സമയത്തൊക്കെ നമ്മൾ ഫുൾ വോയിസിൽ ഇത് കേൾക്കുന്ന സമയത്ത് നമുക്ക് വേറൊന്നും മറ്റേ ദീപോളി പറഞ്ഞ പോലെ ഓളെ തട്ടട്ട ചുറ്റൊന്നും കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഇത് ഫുൾ വോയിസിൽ വെച്ച് കഴിഞ്ഞിട്ട് ഒന്നും നമ്മൾ ഒന്നിനെ കുറിച്ച് ബോധമല്ല, ജസ്റ്റ് അതിലേക്ക് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുക എന്നുള്ളൊരു ഫീൽ ഉണ്ട്. അത് എന്താ പറയാ, ഒഴുകി അതെന്റെ വരി മറ്റേ പുള്ളിക്കാരുടെ പേരെന്താ എനിക്ക് കറക്റ്റ് ഓർമ്മ, മറ്റേത് റഫീഖ് അഹമ്മദ് അല്ലേ, അതന്നെയല്ലേ? എനിക്ക് തെറ്റി അറിയില്ല പറയണം. അപ്പോ എന്തായാലും കിട്ടില്ല സോങ്. അത് ഞാൻ പറഞ്ഞില്ല, എനിക്ക് ആ ഒരു 2 ഹെഡ്സെറ്റിൽ അതിന്റെ കുറവ് ഭയങ്കരമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം അതൊരു വേറെ ഫീലിനാണ്, അത്രയും എക്സ്ട്രീം ഒരു ഡിവൈൻ ഫീൽ വന്നിട്ടില്ല. ബി ഓണസ്റ്റ്, അത് രണ്ടും വെച്ച് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ തന്നെ അതിന്റെ ഒരു ഫീൽ ഉണ്ട്. പിന്നെ കൂട്ടാൻ ഒറ്റയ്ക്ക് ചെയ്താൽ മതി. കുറെ ആളുകൾ എന്തുകൊണ്ട് വിളിച്ചു വരുന്നത് പറഞ്ഞുതരാം. ഒരുപാട് ആളുകൾ വൈഫ് എവിടെ, കാരണം ആദ്യത്തെ കുറെ വീഡിയോസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ എന്റെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്ന ആരെങ്കിലും അല്ലെങ്കിൽ കുറെ മുമ്പെങ്കിലും കണ്ടിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അറിയാം, വൈഫ് ഉണ്ടാവാറുണ്ട് പല വീഡിയോസിലും. ഇപ്പൊ കുറച്ചായിട്ട് പുള്ളിക്കാരി കുറച്ച് റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബിസിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോ അതുകൊണ്ടാണ് ഇല്ലാത്തത്. ഇപ്പൊ കുറച്ചായിട്ട് ഇപ്പൊ അടുപ്പിച്ച് കുറെ ആളുകൾ വൈഫ് കുട്ടി ചെയ്തൂടെ എന്നുള്ള രീതിയിൽ കുറെ ആളുകൾ രക്ഷപ്പെട്ട് ചെയ്തെന്ന് ചോദിച്ചതുകൊണ്ടാണ് ഞാൻ നിർബന്ധിച്ച് വിളിച്ചു വരുത്തിയിരുത്തിയത്. മാത്രല്ല പക്ഷെ ഈ സോങ് ആണെന്ന് പറഞ്ഞപ്പോ പുള്ളിക്കാരി ഭയങ്കര, പക്ഷെ ഈ പാട്ടാണെന്ന് പറഞ്ഞപ്പോ നീ ഒന്നും പറയേണ്ട ഓക്കെ പറഞ്ഞു. അതാണ് ഈ പാട്ടിന്റെ ഒരു പ്രത്യേകത, ഒറ്റ തവണ കേട്ടുള്ളൂ. അതും ഞാൻ നിർബന്ധിച്ചു ഒരാഴ്ച എന്നെ കേൾപ്പിച്ചിട്ടുള്ളൂ. പിന്നെ അതിന് ശേഷം ഈ 2 വരി ഉണ്ടല്ലോ, പെരിയോനെ റഹ്മാൻ, ഈ സാധനം അവിടുന്ന് ഇവിടുന്നൊക്കെ ഇങ്ങനെ കേൾക്കാൻ ബാത്റൂം പോയാലും എവിടുന്ന് ഈ ഒരു വരി ഇങ്ങനെ കേൾക്കാം. അതേ പറഞ്ഞു ഇപ്പൊ ഫുള്ള് അതാണ് അഡിക്ഷനായി പോയി ആ സോങ്ങിനോട്. അതുപോലെ 1-2 സോങ്ങുകൾ ഉണ്ട്, എല്ലാ സോങ്ങും അടിപൊളിയാണ്. എന്നാലും ഇതൊരു പറഞ്ഞ പ്രത്യേകത ഉണ്ട്. ആൻഡ് തിയേറ്ററിൽ വരുമ്പോൾ ഇതിന്റെ BGM എല്ലാം കൂടി എവിടെ എത്തിക്കും നമ്മൾ ഇപ്പൊ തന്നെ നമുക്ക് ആലോചിക്കുമ്പോൾ അത്രയും എക്സൈറ്റഡ് ആണ്. March 28 നോമ്പാണ്, ഞാൻ കാണും, അത് ആ കാര്യം. എന്തായാലും അതിന്റെ റിവ്യൂ ആയിട്ട് നമുക്ക് വരാം, മറ്റ് പല വീഡിയോസ് ആയിട്ട് വരാം. അങ്ങനെ എല്ലാ വീഡിയോസും കൊണ്ട് ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ആ ബെൽ ബൈക്കൺ ഒന്ന് ഞെക്കുക. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്ത വീട്ടിൽ കാണാം. ഒപ്പീനിയൻ പറ, നിന്റെ ഒപ്പീനിയൻ എന്താ? നിന്നെ വിളിച്ചു വരുത്തിട്ടേ മൂപ്പര് ഒപ്പീനിയൻ മാത്രം പറഞ്ഞിട്ട് 2 ഡയലോഗ് കൊടുത്താണ്ട് ആ ശരി ഓക്കെ ബൈ എനിക്ക് നല്ല ഇഷ്ടായി. കാരണം AR റഹ്മാന്റെ മ്യൂസിക് പണ്ട് തൊട്ടേ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആളാണ് റഹ്മാൻ സാറ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് മലയാളത്തിൽ മൂപ്പര് ചെയ്യാൻ റഹ്മാൻ സാറിന്റെ ഇതാണ് വരുന്നത് അറിഞ്ഞപ്പോ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എങ്ങനെ വരാൻ പോണേന്നുള്ള ഏത് ടൈപ്പോ എങ്ങനെയാണ് കേൾക്കാൻ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ആ പാട്ട് വന്ന് കേട്ടു. ഞാൻ പറഞ്ഞില്ല, ഞാൻ ജസ്റ്റ് അങ്ങനെ ഒരു ഉറക്കപ്പിച്ചിലാണ് ഞാൻ കേട്ട്, പിന്നെ കേട്ടിട്ടുമില്ല. അപ്പൊ ഇപ്പൊ
2.5 മണിക്കൂർ സിനിമയുടെ കഥ ഇല്ലല്ല, പറയാം. അത് അപ്പൊ ഇപ്പൊ കേട്ടപ്പോഴായാലും പുള്ളി ആ വരി അന്നും എൻ്റെ അടുത്ത് പറഞ്ഞു, ആ വരി ഒന്ന് കേട്ടു നോക്കുക. അതൊരു അത്രയും ആ വാക്കുകളിൽ തന്നെ ഇപ്പൊ റഹ്മാൻ സാർ ഫസ്റ്റ് തന്നെ ഒരു ഇൻട്രോ കൊടുത്തതിൽ തന്നെ പറയണ്ടല്ലോ, ആ സ്ഥലങ്ങൾ പോയി കണ്ട് ആ പാട്ടുമായിട്ട് അത്രയും ബന്ധം പുലർത്താൻ വേണ്ടിട്ട് ഫുള്ള് അവിടെ വിഷ്വലൈസ് ചെയ്ത് അവർ കണ്ടിട്ടാണ് ആ ഒരു പാട്ട് മേക്ക് ചെയ്തതെന്ന് പറഞ്ഞു. ആ ഫീല് ഫുള്ളായിട്ട് ആ പാട്ടിൽ കൊണ്ടുപോകാൻ അവർക്ക് പറ്റിയിട്ടുണ്ട്. എന്തായാലും സൂപ്പർ ആവട്ടെ. എന്തായാലും ആടുജീവിതം വെയിറ്റിംഗ്, കട്ട വെയിറ്റിംഗ്. ഇനി പറഞ്ഞു വലിച്ചു കിട്ടുന്നില്ല. ഇല്ല, വെറുപ്പിക്കുന്നില്ല.